പാകിസ്ഥാനും മാലദ്വീപിനും ഒപ്പം ചേർന്ന് ഇന്ത്യയെ ഒതുക്കുവാനുള്ള ചൈനയുടെ ശ്രമത്തിന് തിരിച്ചടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തായ്വാൻ. തായ്വാന്റെ പരമാധികാരത്തിനു വേണ്ടി വാദിക്കുന്ന ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി മൂന്നാം തവണയും അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യയുമായി ചേർന്നുള്ള സംയുക്ത സൈനികാഭ്യാസവുമായി അറബിക്കടലിൽ തായ്വാനും രംഗത്തെത്തിയത്. ഇത് ബീജിങ്ങിനെ കടുത്ത രീതിയിൽ പ്രചോദിപ്പിച്ചിട്ടുമുണ്ട്. DPP നേതാവ് ലായ് ചിങ് തന്നെയാണ് പുതിയ പ്രസിഡന്റായി എത്തിയത്. ഇതോടെ തായ്വാൻ കടലിടുക്ക് വീണ്ടും പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. സായ് ഇങ് വെൻ പ്രസിഡന്റായിരിക്കെ 2020 അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്നു ലായ്. തായ്വാന്റെ പരമാധികാരത്തെയും ചൈനയിൽ നിന്നുള്ള വേർതിരിഞ്ഞ് സ്വന്തമായൊരു ദേശീയതയും പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയുടെ തുടർച്ചയായ വിജയങ്ങൾ തായ്വാനെ തങ്ങളുടെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള ബീജിംഗ് ശ്രമങ്ങളാൽ ദശാബ്ദങ്ങളായി നീറിപ്പുകയുന്ന പ്രശ്നങ്ങൾ കൂടുതൽ ആഴത്തിൽ രൂക്ഷമാക്കാൻ ഇടവരുത്തുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. മാതൃരാജ്യം ആത്യന്തികമായും അനിവാര്യമായും വീണ്ടും ഏകീകരിക്കപ്പെടുമെന്ന പൊതുപ്രവണതയെ തടയുന്ന ഒന്നാകില്ല തിരഞ്ഞെടുപ്പ് ഫലം എന്നായിരുന്നു ചൈനയുടെ തായ്വാൻ കാര്യ വിഭാഗം ഓഫീസ് പ്രതികരിച്ചത്. DPP പ്രതിനിധീകരിക്കുന്നത് തായ്വാന്റെ ഭൂരിഭാഗത്തെയല്ലെന്നും ചൈനീസ് വക്താവ് ചെൻ ബിങ്ഹുവ അവകാശപ്പെട്ടിരുന്നു. 40% വോട്ടുകൾ നേടിയാണ് ലായ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കുമിന്താങ് പാർട്ടിയുടെ ഹുയുയിയാണ് ലായ് പരാജയപ്പെടുത്തിയത്. മറ്റൊരു പ്രധാന പാർട്ടിയായ തായ്വാൻ പീപ്പിൾസ് പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ചൈനയ്ക്കൊപ്പം നിൽക്കുന്നവരാണെന്നാണ് വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പ് സർവേകൾ ലായ് ചിങ് തേക്ക് നേരിയ മുൻതൂക്കം മുൻപ് പ്രവചിച്ചിരുന്നുവെങ്കിലും വൻ വിജയമാണ് നേടുവാനായത്. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ഉണ്ടായതിന് പിന്നാലെ തേ പറഞ്ഞ വാക്കുകൾ ചൈനയെ ഉന്നം വെച്ചുള്ളതായിരുന്നു. ലോകമെമ്പാടുമുള്ള ജനാധിപത്യ സമൂഹത്തിന്റെ വിജയമാണിതെന്നായിരുന്നു തേ പ്രസ്താവിച്ചത്. ഈ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള വിദേശ ശക്തികളുടെ ഇടപെടലിനെ വോട്ടർമാർ വിജയകരമായി പരാജയപ്പെടുത്തിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി. DPPയെ അധികാരത്തിലെത്തിക്കാതിരിക്കാനുള്ള ബീജിങ്ങിന്റെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിയെന്നും തേയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അതേസമയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിക്കാനായെങ്കിലും 113 അംഗ തായ്വാൻ പാർലമെന്റായ യുവാനിൽ ഭൂരിപക്ഷം നേടാൻ DPPക്ക് സാധിച്ചിട്ടില്ല. പ്രതിപക്ഷ പാർട്ടികളുടെ നയങ്ങൾ അവലോകനം ചെയ്ത ശേഷം അവരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണ് ലായ് ചിങ് തേ പറഞ്ഞത്. തങ്ങളുടെ വേണ്ടത്ര കഠിനാധ്വാനം ചെയ്തിട്ടില്ലെന്നും ചില കാര്യങ്ങൾ അവലോകനം ചെയ്യേണ്ടതും തിരിഞ്ഞു നോക്കേണ്ട മേഖലകൾ ഉണ്ടെന്നുമാണ് സ്വയം വിമർശനമായി ലായ് പറഞ്ഞത്. പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടാത്തത് ഭാവിയെ സങ്കീർണമാക്കുമെന്ന മുന്നറിയിപ്പ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നുണ്ടായിട്ടുണ്ട്. DPPയുടെ പരിഷ്കരണവാദി വിഭാഗത്തിൽ പ്രതിനിധിയായ ലാങ് തന്റെ മുൻഗാമി സ്വീകരിച്ചിരുന്ന മാർഗം തന്നെ പിന്തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സായ് പിന്തുടരുന്നത് ചൈനയോടും അമേരിക്കയോടും സന്തുലിതമായും അതേസമയം ശ്രദ്ധാപൂർവമായ നിലപാടുകളായിരുന്നു. തായ്വാന്റെ പരമാധികാരം ഉയർത്തിക്കാട്ടി ബീജിങ്ങിന്റെ ശത്രുത വരുത്തിവെക്കാനും സായ് ഇങ് ശ്രമിച്ചിരുന്നു. തൽസ്ഥിതി എന്താണോ അത്തരത്തിൽ തന്നെ മുന്നോട്ടു പോകാനായിരുന്നു സായ് തയ്യാറായത്. തങ്ങളുടെ ഭൂഭാഗമാണ് തായ്വാൻ എന്നും രാജ്യത്തിനൊപ്പം അത് കൂട്ടിച്ചേർക്കുന്നതിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധമെന്നുമാണെന്ന് ചൈന അവകാശപ്പെടുന്നത്. എന്നാൽ ചൈനീസ് ഭരണകൂടത്തിന് തീരെ താൽപ്പര്യമില്ലാത്ത ഒരു സംഘമാണ് തായ്വാന്റെ ഭരണകേന്ദ്രത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിഘടനവാദികളുടെ പാർട്ടിയാണ് DPP എന്നാണ് ചൈനയുടെ ആരോപണം. ലായിയെയും അവർ അതുപോലെ വെറുക്കുന്നുമുണ്ട്. അവരെ പ്രകോപിപ്പിക്കുന്ന മറ്റൊരു നേതാവ് ലായ് തന്റെ വൈസ് പ്രസിഡന്റാക്കിയിരിക്കുന്ന സിയാവോ ബീം കിം ആണ്. US-ലെ തായ്വാന്റെ പ്രതിനിധിയായിരുന്നു കിം. ജാഗ്രതയോടുള്ള ചെറുത്തുനിൽപ്പ് നടത്തുമെന്നാണ് DPP തായ്വാൻ ജനതയ്ക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നൽകിയിരുന്ന ഉറപ്പ്. പ്രകോപനം ഒഴിവാക്കിയും പ്രതിരോധം കെട്ടിപ്പടുക്കുകയും അന്താരാഷ്ട്ര ബന്ധങ്ങൾ പ്രത്യേകിച്ച് US-ഉമായും സഖ്യകക്ഷികളുമായുള്ള ശക്തിപ്പെടുത്തലുകളും ചെയ്യുമെന്നും പാർട്ടി ഉറപ്പു നൽകിയിരുന്നതാണ്. തായ്വാനിൽ ചൈനീസ് ഭരണം എതിർക്കുന്നവരായിരുന്നു പ്രധാന പ്രതിപക്ഷമായിരുന്ന KMTയും. എന്നാൽ അവർ പ്രചാരണകാലത്ത് DPPക്കെതിരെ ഉയർത്തിയിരുന്ന ആരോപണം DPP അധികാരത്തിൽ വന്നാൽ മേഖലയിൽ അപകടം വർദ്ധിക്കുമെന്നായിരുന്നു. തങ്ങൾ അധികാരത്തിലെത്തുകയാണെങ്കിൽ ചൈനയുമായി സൗഹൃദ ബന്ധം പുലർത്തിയും സംഭാഷണങ്ങൾ നടത്തിയും മേഖലയിലെ സംഘർഷ അന്തരീക്ഷം കുറയ്ക്കുമെന്നായിരുന്നു അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. എന്നാൽ ലായ്തയുടെ നിർദ്ദേശം മേഖലയിൽ സമാധാനം നിലനിർത്തേണ്ടത് ചൈനയുടെ ഉത്തരവാദിത്തം ആണെന്നായിരുന്നു. അന്താരാഷ്ട്ര ക്രൈസിസ് ഗ്രൂപ്പിലെ മുതിർന്ന ചൈന നിരീക്ഷകനായ അമാൻഡ സിയാവോ ചൂണ്ടിക്കാണിക്കുന്നത് ലായിയുടെ വിജയം അദ്ദേഹത്തിന്റെ ചൈന തായ്വാൻ നയങ്ങളുടെ വിജയമായി കാണാനാകില്ലെന്നാണ്. പുതിയ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസൃതമായി പരിഷ്കരിച്ച ഒരു സമീപനം തങ്ങൾക്കുണ്ടെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ KMTയുടെ കഴിവില്ലായ്മയാണ് ലായിയുടെ വിജയത്തിൽ പ്രതിഫലിക്കുന്നതെന്നാണ് അമാൻഡയുടെ നിരീക്ഷണം. ലായിയെ ഒരു പ്രശ്നക്കാരനായാണ് ചൈന കാണുന്നതെന്നും മേയിൽ ലായ് സ്ഥാനാരോഹണം ചെയ്യുന്നതിന് മുമ്പായി ഇപ്പോഴുണ്ടായിരുന്ന രാഷ്ട്രീയ വികാസത്തോട് കൂടുതൽ സമ്മർദ്ദത്തോടെ ബീജിംഗ് പ്രതികരിക്കാൻ സാധ്യതയുണ്ടെന്നും അമാൻ സിയാവോ അഭിപ്രായപ്പെടുന്നുണ്ട്. ബീജിംഗ് ആഗ്രഹിക്കുന്നതിനോട് കഴിയുന്നത്ര അടുത്തുവരുന്ന രീതിയിലാണ് മേഖലയിലെ ബന്ധം ലായ് കൈകാര്യം ചെയ്യുന്നതെന്നും ചിത്രീകരണം കാര്യങ്ങൾ നിയന്ത്രണത്തിലാക്കണമെന്നും ചൈനീസ് ജനതയെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്.
ഇതിനായി ചൈനീസ് ഭരണകൂടം ശ്രമിക്കുകയാണെന്നും പറയുന്നുണ്ട്. ചൈന മാത്രമല്ല, തായ്വാന്റെ ആഭ്യന്തര പ്രശ്നങ്ങളും DPPയുടെ വിജയത്തിന് കാരണമായിട്ടുണ്ട്. തായ്വാൻ വ്യക്തിത്വത്തിന് ഏറ്റവും പിന്തുണ നൽകുന്ന പാർട്ടിയെന്ന അഭിപ്രായവും DPP നേടിയിരുന്നു. 1980കളിൽ മാത്രമാണ് ദശാബ്ദങ്ങൾ നീണ്ട ഏകാധിപത്യത്തിൽ നിന്നും തായ്വാൻ മോചിതരാകുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനാധിപത്യ സംവിധാനങ്ങളിലൊന്നാണ് തായ്വാനിലേത്. 1990കളുടെ മധ്യത്തിലാണ് അവിടെ ആദ്യമായി ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി സ്വതന്ത്ര ജീവിതം തേടിപ്പോയ തായ്വാൻ പ്രവാസികൾ പൊതുതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആവേശത്തോടെ എത്താറുള്ളതും പാർട്ടികൾ തെരഞ്ഞെടുപ്പ് റാലികളിലും പ്രചാരണങ്ങളിലും ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കാളികളാകുന്നതും ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ തായ്വാനെ മനുഷ്യരുടെ സ്വപ്നങ്ങളിലേക്കുള്ള പ്രതിഫലനമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്.